Audio Jungle. Audio Jungle. ബ്ലസ് മെഗാ ബൈബിൾ ക്വിസ് 2026 എപ്പിസോഡ് 7 ആൻസർ റിവീലിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലെ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം ഇതാ വരുന്നു. എല്ലാവർക്കും ടെൻഷൻ ഉണ്ടെന്ന് എനിക്കറിയാം. ടെൻഷൻസ് ഒന്നും വേണ്ട. നമ്മൾ ബൈബിൾ വായിക്കുന്നത് കൊണ്ട് നമുക്ക് ഉത്തരം ഈ ബൈബിൾ ക്വിസിൽ കറക്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റിയില്ലെങ്കിൽ പോലും വായിച്ച വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടും. അതുകൊണ്ട് അങ്ങനെയുള്ളവരൊന്നും വിഷമിക്കേണ്ട, ടെൻഷനും വേണ്ട. എന്തായാലും ഞാൻ ഉത്തരം പറയുന്നു. ഇന്നലെ ചോദിച്ച ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: എന്റെ പേര് ബൈബിളിലെ ഒരു ദേശത്തിന്റെ പേരാണ്. എന്റെ മകന്റെ പേര് ബൈബിളിലെ ഒരു അളവാണ്. ഞങ്ങൾ ആരൊക്കെ എന്നുള്ളതായിരുന്നു ചോദ്യം. അതിന്റെ ഉത്തരം ഇതാണ്: എന്റെ പേര് മിദ്യാൻ, ദേശം മിദ്യാൻ. ഓക്കെ. ഉൽപ്പത്തി 25:4 ഉണ്ടായിരുന്നത്. അതുപോലെ പുറപ്പാട് 2:15 ഉണ്ടായിരുന്നു. മകന്റെ പേര് ഏഫ, അളവ് ഏഫ. ഓക്കെ. ഉൽപ്പത്തി 25:4 ആണ് ഉത്തരമുള്ളത്. അതുപോലെ തന്നെ എഹെസ്കേൽ 45:11 ഈ ഉത്തരം നമുക്ക് കാണാൻ കഴിയും. ഓക്കെ. അപ്പം അതായിരുന്നു ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം. രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു: ഒരു സംഖ്യയും ദേഹം എന്നർത്ഥം വരുന്ന ഒരു പദവും ചേർന്ന ഒറ്റപ്പദം. അതായിരുന്നു ചോദ്യം. അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് നൂറുമേനി. ഉൽപ്പത്തി 26 അതിന്റെ 12 ഈ ഉത്തരം കൊടുത്തിട്ടുള്ളത്. എങ്ങനെയെന്ന് വെച്ചാല് സംഖ്യ 100, ദേഹം എന്നർത്ഥം വരുന്ന പദം മേനി. ഓക്കെ. മൂന്നാമത്തെ ചോദ്യം ഇതായിരുന്നു: തരി, പൊടി, ചെറിയ അംശം എന്നീ അർത്ഥം വരുന്ന ഒരു പദം ഏത് എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. അതിന്റെ ഉത്തരം കരട് ആണ്. കരട്. ഓക്കെ. മത്തായി 7:4 അതിലായിരുന്നു ഉത്തരമുണ്ടായിരുന്നത്. നാലാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ദൈവത്തിന്റെ വാക്കനുസരിച്ച് അബ്രഹാമിന് ദൈവം സത്യം ചെയ്ത് കൊടുത്ത അതേ വാഗ്ദത്തം ഇസഹാക്കിനും ദൈവം കൊടുത്തു. ഏതാണ് ആ വാഗ്ദത്തം എന്നുള്ളതായിരുന്നു ചോദ്യം. അതിന്റെ ഉത്തരം: നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ളതായിരുന്നു ഉത്തരം. ഓക്കെ. അതുണ്ടായിരുന്നത് ഉൽപ്പത്തി 26 അതിന്റെ 5 വാക്യത്തിലുണ്ട്. അതുപോലെ തന്നെ 22:18 ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റും. ചോദ്യം 5 ഇതായിരുന്നു: 4 ദിക്കിലോട്ടും വ്യാപിക്കും എന്ന് യഹോവ അരുളി ചെയ്തത് ആരോട് എന്നുള്ളതായിരുന്നു ഉത്തരം: യാക്കോബിനോട്. അതിന്റെ റെഫറൻസ് ഉൽപ്പത്തി 28:14. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് അധികം കൺഫ്യൂഷൻസ് ഇല്ലാന്ന് ഞാൻ കരുതുന്നു. ശരിയായിട്ട് ഉത്തരം അയച്ചിട്ടുള്ള എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. നിങ്ങളെ കാത്ത് സമ്മാനങ്ങൾ ഇരിപ്പുണ്ടാവാം. എന്തായാലും നറുക്കെടുപ്പിലൂടെ നിങ്ങളാണ് തിരഞ്ഞെടുക്കപ്പെടുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് നിങ്ങൾക്ക് സമ്മാനം ലഭിക്കുന്നതാണ്. അപ്പോ നിങ്ങളുടെ പേര് സെലക്ട് ആവട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. എനിക്കറിയില്ല. എനിവേ, നമുക്ക് അടുത്ത ചോദ്യങ്ങളുമായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ ഏഞ്ചൽ സൈനിങ് ഓഫ്. ബൈ.